അസ്സലാമലൈക്കും. ഈദ് മുബാറക്ക്. നമ്മുടെ വലിയ പെരുന്നാളിൻ്റെ സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കുടുംബങ്ങളെല്ലാവരും ഒത്തുകൂടിയുള്ള ഒരു വിശേഷമാണ് ഞാനിതിൽ പങ്കുവെക്കുന്നത്. പെരുന്നാളിന് എൻ്റെ മക്കളും എൻ്റെ മരുമക്കളും ഒരു മോനല്ലാത്ത എല്ലാവരും ഈ പെരുന്നാളിന് ഞങ്ങൾ ഒരുമിച്ച് കൂടി നല്ല സ്നേഹത്തോടെ നാൾ ഫുഡൊക്കെ ഉണ്ടാക്കി. എൻ്റെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠനും ഭാര്യയും അവരും ഉണ്ടായിരുന്നു. എല്ലാം നല്ല സന്തോഷത്തോടെ ഫുഡുകളൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല കുടുംബങ്ങളുമായി എല്ലാ കുടുംബത്തിലും പോയി സ്നേഹത്തോടെ കൂടിയാടി. നമുക്ക് പെരുന്നാൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ ബന്ധുക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക, കാണുക, ഭയങ്കര ഒരു സന്തോഷമാണല്ലോ. പെരുന്നാളിന് പണ്ടേ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പെരുന്നാളിന് ഉണ്ടാക്കിയത് ചിക്കൻ ബിരിയാണിയും ചിക്കൻ മന്തിയും ബീഫ് പൊരിച്ചതും അടപ്രഥമൻ പാലട പായസവും പിന്നെ അരിപ്പായസവും അതുപോലെ പിന്നെ നമ്മൾ ഇതിലേക്കുള്ള ചമ്മന്തികളെല്ലാം ഉണ്ടാക്കി. അപ്പോൾ ഞാൻ ബിരിയാണി വെക്കാനായിട്ട് കുറച്ച് ചിക്കന് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ മസാല തേച്ചിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് നല്ല പൊരിച്ച ബിരിയാണിയാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കി. അപ്പോൾ അതൊരു പാൻ വെച്ചിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. നല്ലപോലെ മുരിയേണ്ട ആവശ്യമില്ല, ഏകദേശം 3/4 ഭാഗമൊക്കെ ഫ്രൈ ആയി കിട്ടേണ്ടതാണ്. അങ്ങനെ അത് ഫ്രൈ ഒക്കെ ചെയ്തെടുത്ത് ബാക്കിയുള്ള അതിലേക്കുള്ള ചേരുവകളൊക്കെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിയാണ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. വലിയവരെല്ലാവരും ആണുങ്ങൾ പള്ളിയിലേക്ക് നിസ്കാരത്തിന് പോയി. പിന്നെ ഞാനൊരു ചട്ടി വെച്ചു, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തുകൊണ്ട് അതിലേക്കുള്ള മസാലക്കൂട്ട് റെഡിയാക്കാൻ കേട്ടോ. നമ്മൾ 2-3 അടുപ്പത്തൊക്കെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരുപാട് അടുപ്പുകളൊക്കെ ഉണ്ട്, നമുക്ക് പുറത്തു ഭാഗത്തൊക്കെ അടുപ്പുകളുണ്ട്. അപ്പോൾ അതിലെല്ലാം നമുക്ക് പള്ളി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് എല്ലാം റെഡിയാക്കി കൊടുക്കണമല്ലോ. അപ്പോൾ ആ ഉള്ളി എല്ലാം അരിഞ്ഞ് വെച്ച് ഞാൻ 1.5 കിലോ ചിക്കൻ ബിരിയാണിയാണ് വെക്കുന്നത് കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് ചതച്ചെടുത്തു. അതിലേക്ക് ഏകദേശം നമുക്ക് ആവശ്യമുള്ളത് ഓരോരുത്തരുടെ ചേരുവകളും അതിനനുസരിച്ചിട്ട് കൊടുക്കുക. പിന്നെ തക്കാളി 2-3 തക്കാളി, 3 അല്ല കേട്ടോ, 4 തക്കാളി ഞാൻ ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തു. ഇത്രയാണ്. ഇത് നമ്മൾ 1.5 കിലോ വെക്കുമ്പോൾ അതിലേക്ക് കറക്റ്റ് അളവും ചേരുവകൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി നല്ല ടേസ്റ്റ് ആക്കാനും. പിന്നെ ഞാൻ 1.5 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടി ഇടാറില്ല, കൂടുതലും പച്ചമുളക് ഇടാറ്. പിന്നെ ഒരു 2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, നമ്മുടെ ബിരിയാണി മസാല ഉണ്ടല്ലോ, എല്ലാ മരുന്നുകളും നമ്മൾ കൂട്ടിപ്പൊടിച്ച അത് 1 ടീസ്പൂൺ അളവിൽ 1.5 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1.5 ടീസ്പൂൺ വലിയ ജീരകവും ഇട്ട് കൊടുത്തു. കുരുമുളക് പൊടിയും നല്ലവണ്ണം 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നാരങ്ങയുടെ നീര് ഒരു 1.5 മുറി അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. മല്ലി ഇല, പുതിന ഇല അതും ഇട്ട് കൊടുത്തു. നമ്മളെ ബിരിയാണി നല്ല അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. പിന്നെ തൈര് 2-2.5 കിലോ നമ്മളതിലേക്ക് ഒഴിച്ച് കൊടുത്തു. നാരങ്ങയുടെ പുളിയൊക്കെ ഉണ്ടല്ലോ. ഉപ്പ് ആവശ്യത്തിനിട്ട് നല്ലപോലെ മസാല വഴറ്റിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ഈ ബീഫ് ഉണ്ടല്ലോ, ചിക്കൻ ഉണ്ടല്ലോ, അതും അതിലേക്കിട്ട് ഇളക്കി കൊടുത്താലുണ്ടല്ലോ നിങ്ങളുടെ ഈ ബിരിയാണി മസാല സൂപ്പർ ടേസ്റ്റി. കാരണം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കേണ്ടി, അടിപൊളി ടേസ്റ്റി. കാരണം നമുക്ക് ആ ബിരിയാണി മസാല ഒട്ടും തന്നെ കളയാനോ ബാക്കി വെക്കാനോ തോന്നില്ല, അത്രയ്ക്കും ടേസ്റ്റായിരിക്കും. അപ്പോൾ എല്ലാം ഇതൊന്ന് നല്ലപോലെ സെറ്റായിട്ടോ. നമ്മുടെ ഇതിലൊട്ടും തന്നെ വെള്ളം പൊടിയുകയോ വെള്ളം ഉണ്ടാവുകയോ ഒന്നും ചെയ്യില്ല. അപ്പോൾ നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ എപ്പോഴും ആ ബിരിയാണി മരുന്ന് എടുക്കാറുണ്ടല്ലോ, അത് ചിലർ മൊത്തത്തിൽ അങ്ങോട്ട് ജാതിക്കയൊക്കെ കൂട്ടി പൊടിച്ചു. ജാതിക്കൊക്കെ നമ്മൾ ചെറിയ കഷ്ണം ഇടാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ അരിയൊക്കെ ഇവിടെ തിളപ്പിച്ച് ഊറ്റി നല്ല ബുള്ളറ്റിൻ്റെ ബിരിയാണി റൈസാണ് ഞാനിവിടെ വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ ക്യാരറ്റൊക്കെ ഇട്ട് തിളപ്പിച്ച് ഊറ്റി ദമ്മിട്ട് പൊട്ടിച്ചു. എല്ലാം കൂടെ നമ്മൾ വീഡിയോയിൽ കാണിച്ചാൽ വലിയ വീഡിയോ ഒക്കെ. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ കാഷ്യൂനട്ടും ഉള്ളിയും മുന്തിരിയൊക്കെ നമ്മൾ വറുത്ത് നെയ്യിൽ കോരി അത് മാറ്റി വെച്ചിരുന്നു. ഇപ്പോൾ ബിരിയാണിയൊക്കെ പൊട്ടിച്ച് അതെല്ലാം റെഡിയാക്കി ബിരിയാണി മസാലയൊക്കെ വേറിച്ച് ദമ്മൊക്കെ പൊട്ടിച്ചു. പിന്നെ ഞാനിത് ചിക്കൻ പൊരിക്കുന്നത് മന്തിയിലാക്കാം കേട്ടോ. പൊരിച്ച മന്തി ചിക്കനാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അതിനിടയിൽ നമ്മുടെ മക്കൾ പ്ലേറ്റുകളൊക്കെ മൂറി കമഴ്ത്തി വെച്ചിട്ടുണ്ട്, വെള്ളമൊക്കെ ചോരാൻ വേണ്ടിയിട്ട്. പ്ലേറ്റുകളൊക്കെ നമ്മൾ കുറേശ്ശെ പ്ലേറ്റുള്ളതിൽ ഡെയിലി ഉപയോഗിക്കാം. പിന്നെ ഞാൻ അടിപൊളി ബീഫ് ഇവിടെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. കാരണം എല്ലാവർക്കും നമ്മുടെ ബീഫാണ് ഇഷ്ടം കേട്ടോ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചെറിയുള്ളിയും വെളുത്തുള്ളി കുറച്ച് വിട്ട് ഉപ്പും വലിയ ജീരകവും ഒക്കെ ഇട്ട് വേവിച്ചെടുത്ത
ബീഫാണ്. എന്നിട്ട് നമ്മൾ വലിയുള്ളി, ഇഞ്ചി, പച്ചമുളക്, കുരുമുളക്, കറിവേപ്പില ഇട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ബീഫിട്ട് നല്ല പോലെ ഫ്രൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ ബിരിയാണിയും ബീഫ് ഫ്രൈയും പായസമൊന്നും ഞാനിതിൽ കാണിച്ചിട്ടില്ല, ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം റെഡിമണിയായി. പിന്നെ നമ്മൾ എല്ലാവരും പള്ളിയിൽ നിന്നൊക്കെ വന്ന് എല്ലാവരും ഒരു 11 മണിയായ 11:15 ആയപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാവരും കുളിച്ച് ഞങ്ങൾ നിസ്കരിച്ച് പെരുന്നാൾ നിസ്കാരമൊക്കെ ഞങ്ങളെല്ലാ പെരുന്നാളിനും നിസ്കരിക്കാറുണ്ട്. ഞങ്ങളെല്ലാവരും മക്കളും 2 മരുമക്കളും എൻ്റെ ഭർത്താവും കുട്ടികൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ച് പെരുന്നാളിനാണല്ലോ നമ്മൾ കൂട്ടുകുടുംബങ്ങളെല്ലാവരും ഒരുമിക്കലും നമ്മുടെ എല്ലാവരും അടുത്തേക്ക് പോവലും സന്തോഷം പങ്കിടലെല്ലാം. അപ്പോൾ ഈ വലിയ പെരുന്നാളും ഞങ്ങളും നല്ല സ്നേഹത്തോടെ അടിപൊളിയായി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുടുംബത്തിലെല്ലാവരും നമ്മുടെ വീട്ടിലേക്ക് വന്ന് ഫാമിലീസ് മൊത്തം വന്നിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ സ്നേഹത്തിൻ്റെ ഒരു ബലി പെരുന്നാൾ ഞങ്ങളിത് കഴിഞ്ഞു. എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും നല്ല വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.